നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രസാദ്. നമസ്കാരം. 2 ദിവസം മുമ്പ് നമ്മുടെ രാജ്യത്ത് നടന്നൊരു വിമാന അട്ടിമറിയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം കൊല്ലാലംപൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന വിമാനം രണ്ട് ദിവസം മുമ്പാണ്. വിമാനം കൊച്ചിയിലെത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പാണ് പാലക്കാടുകാരനായ യാത്രക്കാരനെ പെട്ടെന്ന് തോന്നിയതൊന്ന് ആത്മഹത്യ ചെയ്തതാണ്. ഉടനെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഫ്ലൈറ്റ് ക്രൂ ഇടപെട്ടത് കൊണ്ട് വലിയ അത്യാഹിതം ഒഴിവായി കിട്ടിയെന്നാണ് പറയാൻ. കാരണം ഇതെങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന് ഇയാൾ നോക്കി വെച്ചേക്കായിരുന്നു. എമർജൻസി വാതിൽ എങ്ങനെ അത് ലോക്ക് ചെയ്യുന്നു, അപ്പോൾ തിരിച്ചെങ്ങനെ എനിക്ക് തോന്നുന്നു അത് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നേരത്തെ തന്നെ പരിശീലനം നേടിക്കാണും. അതാണ് സംശയം. അന്വേഷണ ഏജൻസികൾ ഈ അത്തരത്തിൽ സംശയിക്കുന്നുണ്ട്. ശരിക്കും അത്തരത്തിലൊരു അട്ടിമറി സംശയം മണക്കുന്നുണ്ടോ? കാര്യങ്ങൾ വളരെ ദുരൂഹമാണ്. ഈ പാലക്കാടുകാരനായ ജംഷീർ അത്താണിക്കൽ 36 വയസ്സുള്ള ആളാണ്. മലേഷ്യയിലെ ഒരു ഹോസ്പിറ്റൽ സെക്ടറിൽ, അതായത് ആതുര ശുശ്രൂഷ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്ത് ജോലിയാണ് എന്ന് വ്യക്തമല്ല. അത് പോലീസ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഈ രാത്രി 9:30-നും 11:50-നും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, 11:05-നും. അപ്പോൾ ഈ വിമാനം കൊച്ചിയിൽ ഇറങ്ങേണ്ടതാണ്. കൊച്ചിയിൽ ഇറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ഇത് നടന്നിരിക്കുന്നത്. ഈ ഒരു അറ്റംപ്റ്റ്, അതായത് എമർജൻസി വിൻഡോ, നമ്മൾ അത്യാഹിതമുണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ അടിയന്തര രക്ഷാജാലകം, ആ വിൻഡോ തകർത്ത് ഒരു ആത്മഹത്യാ ശ്രമമാണ് ഇയാൾ നടത്തിയത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്ക് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി, അയാളങ്ങനെ ഈ എമർജൻസി വിൻഡോ തകർക്കാൻ ശ്രമിച്ചു എന്നാണ്. പക്ഷേ അടുത്തിരിക്കുന്ന യാത്രക്കാർ, ഏതാണ്ട് ഈ വിമാനത്തിന് അറിയാമല്ലോ, 2 ചില്ലുകളുണ്ട്. അകത്തൊരു ചില്ലുണ്ട്, പുറത്തൊരു ചില്ലുണ്ട്. അതിലെ അകത്തെ ചില്ല് ഏതാണ്ട് ഇയാൾ തകർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചിരുന്നോ അതോ കൈകൊണ്ടിടിച്ച് തകർക്കുകയായിരുന്നോ ഒന്നും വ്യക്തമല്ല. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസ് പുറത്തു വിട്ടിട്ടില്ല. ആയുധമാണെങ്കിൽ ഇയാൾക്ക് എങ്ങനെ ഈ ആയുധം കൊണ്ട് കയറാൻ പറ്റി തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് മലേഷ്യയിൽ നിന്ന്, കൊലാലംപൂരിൽ നിന്ന് ഈ വിമാനത്തിൽ ഇയാൾ കയറുമ്പോൾ തന്നെ സംഭവിച്ചത് അവിടെ എങ്കിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഈ ബോയിങ് 737 ആണ് വിമാനം. അത് പിന്നെ ബാട്ടിക് എയർ ഫ്ലൈറ്റ് OD231 അതാണ് പിന്നെ വിമാനം. ആ കമ്പനിയുടെ വിമാനത്തിലാണ് ഈ അത്യാഹിതം നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ശബ്ദം കേട്ട് അടുത്തിരുന്ന യാത്രക്കാർ പലരും ഉറക്കമായിരുന്നു. അവർ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചാടി എഴുന്നേൽക്കുക ഇത് കാണുകയും അപ്പോൾ തന്നെ ബഹളം ഉണ്ടാക്കുക, ഇയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക, ഇയാളെ കയറി പിടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇയാളെ കീഴടക്കി. ഇയാളുടെ ശ്രമം വിജയിച്ചില്ല. ഈ സമയത്ത് വിമാനം 25,000 അടി മുകളിൽ നിൽക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത്രയും മുകളിൽ വെച്ച് ഈ ജനൽ ചില്ല് തകർക്കുകയും പുറത്തെ അതിസമ്മർദ്ദമുള്ള വായു അകത്തേക്ക് ഇടിച്ചു കയറുകയും ചെയ്തിരുന്നെങ്കിൽ ആ വിമാനം ഒരു തീഗോളമായി മാറിയേനെ. തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ആ വിമാനത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഒരു പിടി ചാരമായേനെ. എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വണ്ണം വളരെ ദുരൂഹമായൊരു അപകടമായിട്ട് അത് അവശേഷിക്കും എന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് വിമാനം ലാൻഡ് ചെയ്ത് ഇയാളെ പുറത്തെത്തിച്ചു. ഇയാളെ CISF കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാളെ വിട്ടയച്ചിട്ടില്ല. ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകളൊക്കെ ചുമർത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് വളരെ കണ്ണിങ് ആയിട്ടുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലും മറ്റും. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് കോക്പിറ്റിലാണ്. അത് പൈലറ്റും കോ പൈലറ്റും തമ്മിൽ സംസാരിക്കുന്നതും വിമാനം നിയന്ത്രിക്കുന്ന അവർ സംസാരിക്കുന്നതാണ് ഈ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാവുക. അതല്ലാതെ യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളമുണ്ടായാലൊക്കെ ഇപ്പോൾ എല്ലാം ക്യാമറ ഒക്കെ ഉണ്ട്, ക്യാമറ CCTV ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ ആ ദൃശ്യങ്ങൾ ഈ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ബ്ലാക്ക് ബോക്സ് വോയിസ് റെക്കോർഡൊന്നും അതിൽ വരത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇത് എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ്. കാരണം നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നൊരു തെളിവ് പോലും രാജ്യത്തിൻ്റെയും യാത്രക്കാരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ആ ഒരു അപകടം ഒഴിവാക്കി കിട്ടി. പക്ഷേ ഈ എമർജൻസി വാതിൽ തന്നെ തല്ലി പൊളിക്കാൻ, കാരണം അയാൾക്ക് അങ്ങനൊരു
ഒരു വാതിൽ തല്ലിപ്പൊളിക്കാനുള്ളൊരു ടെൻഡൻസി, ഒരു ആസക്തി അയാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപാട് വിൻഡോസ് ഉണ്ട് അതിൽ. ഇയാൾ കൃത്യം എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ തന്നെ എത്തുന്നു, ആ വാതിൽ തല്ലി. ഇത് വളരെ ബലവത്തായൊരു ഗ്ലാസ് ആണ്. നമ്മൾ സാധാരണ ഇത്ര ആകാശം 25,000 അടി ഉയരത്തിൽ അത്രയും സമ്മർദ്ദം, പ്രഷർ, പുറത്തുള്ള വായു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുന്ന ബലമുള്ള ലോകത്തെ ഏറ്റവും ബലമുള്ള ചില്ലാണത്. അതൊരു പ്രത്യേക കെമിക്കൽ കൊണ്ട് നിർമ്മിക്കുന്ന ചില്ല. അത് തകർക്കാൻ ശ്രമിച്ചു എങ്കിൽ ഈ പ്രതിക്ക് എവിടുന്നോ നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുമോ, അതോ ഇയാള് മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെന്നും പറഞ്ഞ് ഈ കേസ് അറിയില്ല. പക്ഷെ ഇത് ഈ സിവിൽ ഏവിയേഷൻ വകുപ്പ് ഇതിനകത്ത് വളരെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇട്ടിരിക്കുന്ന സെക്ഷനൊക്കെ വളരെ, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 351(3) ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ഗുരുതരമായൊരു കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്കാണ് അതിനെ കണക്കാക്കുന്നത്. അതുപോലെ സെക്ഷൻ 11A അത് എയർക്രാഫ്റ്റ് ആക്ട് ഫോർ ഫെയിലുവർ ടു കംപ്ലൈ വിത്ത് സേഫ്റ്റി ഡയറക്ഷൻസ്. അതുപോലെ തന്നെ സെക്ഷൻ 11B (E) ഓഫ് ദ കേരള പോലീസ് ആക്ട് ഫോർ ആക്ട്സ് എൻഡേഞ്ചറിങ് പബ്ലിക് സേഫ്റ്റി. അതായത് പൊതുസമൂഹത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ, ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ, എന്ന് വെച്ചാൽ ആ പൊതുസമൂഹത്തെ ഒരു ദുരന്തമുണ്ടാക്കി ആൾക്കാരെ കൊല്ലണം. ഈ യാത്രക്കാരിൽ ഒരാളെ പോലും ഇയാൾക്ക് പരിചയമില്ല, ഇയാളുമായിട്ട് ഒരു ബന്ധവുമില്ല, അവരുമായിട്ട് ഇയാൾക്ക് പൂർവ്വ വൈരാഗ്യമില്ല, ഇതൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ വിമാനത്തിൽ വെച്ച് ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അത് അതിതീവ്രമായ ചില ഈ പറയുന്നത് പോലെ ഗൂഢാലോചനയുടെ, ഗുരുതരമായ ഒരു ഗൂഢാലോചനയുടെയൊക്കെ ഭാഗമാണത്. തീർച്ചയായിട്ടും അതിനെ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. അതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. ഈ FCRA ബില്ല് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിനകത്തും പുറത്തും വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഈ മലേഷ്യ എന്ന് പറയുന്ന രാജ്യവും നമ്മളുമായിട്ട് നല്ല ബന്ധമൊക്കെ ആണെങ്കിലും ഈ മലേഷ്യയും നമ്മളും തമ്മിൽ കുറ്റവാളികളെയും മറ്റും കൈമാറാൻ വകുപ്പുകളൊന്നുമില്ല. ഈ ഇന്ത്യയിൽ പല സ്ഫോടനങ്ങൾക്കും കാരണമായ തരത്തിൽ ഈ ചാവേർ ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന വിധത്തിൽ സംസാരിച്ച മതപ്രഭാഷകൻ ഡോക്ടർ സക്കീർ നായിക് ഇപ്പോൾ ഒളിച്ചു താമസിക്കുന്നത് മലേഷ്യയിലാണ്. അയാൾ ഇന്ത്യയിൽ നിന്നാൽ അറസ്റ്റിലാകും. ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിലോ നേപ്പാളിലോ ഒക്കെ പോയാൽ പോലും അയാൾക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായിട്ട് അയാൾ വളരെ തന്ത്രപൂർവ്വം ഇന്ത്യയിൽ നിന്ന് കടന്നത് മലേഷ്യയിലേക്കാണ്. അയാൾ ഒരു ഗൾഫ് രാജ്യങ്ങളിലേക്കും പോയില്ല. ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ അയാൾക്ക് പിടി വീഴും, അയാൾക്കത് അറിയാം. സൗദിയുമായിട്ടും UAEയുമായിട്ടും ഒക്കെ ഇന്ത്യക്ക് കുറ്റവാളികളെ കൈമാറാൻ ചില ധാരണകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ അവിടെ എങ്ങും പോകാതെ ഈ വിവാദ മതപ്രഭാഷകൻ ഡോക്ടർ സക്കീർ നായിക് പോയത് മലേഷ്യയിലേക്കാണ്. അവിടെ അയാൾ സസുഖം വാഴുകയാണ്. അവിടെ ഇരുന്നും അയാൾ ഈ കുൽസിത പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി ഭീകരാക്രമണങ്ങൾ ഇന്ത്യക്ക് പുറത്തൊക്കെ നടന്നിട്ടുണ്ട്. ആ ശ്രീലങ്കയിലെ ഈസ്റ്റർ സ്ഫോടനം നമുക്കറിയാം. അത് സക്കീർ നായിക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ ചാവേർ, ഈ അവിടെ വന്ന് പൊട്ടിത്തെറിച്ച ചാവേർ കൃത്യമായിട്ട് സക്കീർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് അതിൽ ആകൃഷ്ടനായി എന്നൊക്കെയാണ് പോലീസ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നടന്ന ഒരു വാഹനത്തിൽ സ്ഫോടനം നിറച്ചു കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ ശ്രമിച്ച സംഭവം, അതിൽ വന്നയാൾ ചാവേറും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെയുള്ള സംഭവങ്ങൾ, പല സംഭവങ്ങളും ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ സത്യത്തിലൊരു വിറയൽ അനുഭവപ്പെടുകയാണ്. കാരണം ഈ ഇത്രയും അടി ഉയരത്തിൽ ഒരു വിമാനം സഞ്ചരിക്കുമ്പോൾ ആ വിമാനത്തിനെ ഒരു തീഗോളമാക്കി മാറ്റി ആ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരെയും ഭസ്മീകരിക്കാൻ വേണ്ടി നടത്തിയ ഈ ശ്രമം, അത് കേവലം ഒരു മാനസിക പ്രശ്നമുള്ള ആളിൻ്റെ ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് അതിൻ്റെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തട്ടെ. ഈ ജംഷീറിന് മുമ്പ് ഇത്തരത്തിൽ ഏതെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ, അയാളുടെ കുടുംബ പശ്ചാത്തലം, അയാൾ ഈ പറയുന്ന പോലെ കോലാലംപൂരിൽ ആതുര ശുശ്രൂഷ രംഗത്ത്, അതായത് മെഡിക്കൽ
ഫീൽഡിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇയാൾ എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇയാൾ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ചെങ്കോട്ട സ്ഫോടനം, ഓർമ്മയില്ല? അതെ അതെ, ഒരു സർവകലാശാലയിലെ പ്രധാന പ്രൊഫസർമാരടക്കം അന്ന് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കീഴിൽ വരുന്ന കോളേജിൽ പഠിക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന, തൊഴിലെടുക്കുകയും ചെയ്തിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ അൽ ഫലാഹ് സർവകലാശാലയും മലേഷ്യയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ലഭിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, അതൊക്കെ വളരെ നേരത്തെ തന്നെ കൃത്യമായി മനസ്സിലാക്കിയ വിവരങ്ങളാണ്. പുറത്തു വന്ന പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ആക്രമണത്തിന് ശേഷം വലിയൊരു അപകടമാണ് അന്ന് ഒഴിവായത്. അന്ന് അബദ്ധത്തിൽ അവിടെ ആ സ്ഫോടവസ്തുക്കൾ നിറച്ച കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതെ, അതായത് ആ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പേ, ചാന്ദിനി ചൗക്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിന്റെ ആ മാർക്കറ്റിന് പുറത്ത് വെച്ചാണ് ഈ സംഭവം. മറിച്ച് അതിനകത്തേക്ക് കയറിയിരുന്നെങ്കിൽ അതൊരു വലിയ ദുരന്തമായി മാറിയേനെ. അതിനുശേഷമുള്ള മറ്റൊരു ശ്രമമായി ഇതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. തീർച്ചയായിട്ടും ഇതൊരു നിസ്സാര കാര്യമായിട്ട് എഴുതിത്തള്ളാൻ കഴിയില്ല. ഇത് വളരെ ഗൗരവത്തിലുള്ള അന്വേഷണം വേണം. ഇത് കേരള പോലീസ് ഇതിൽ എത്ര ശുഷ്കാന്തി കാണിക്കുമെന്ന് എനിക്കറിയില്ല. ഇതിന് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടാകും. ഇയാൾ പാലക്കാട് അത്താണിക്കൽ, ജംഷീർ അത്താണിക്കൽ എന്നാണ് ഇയാളുടെ പേരും. ഇയാളുടെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല, അത് പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. ഇയാൾ കസ്റ്റഡിയിലാണ്, റിമാൻഡിലായി കാണും ഇപ്പോൾ. കൂടുതൽ ഇയാൾക്ക് അറിഞ്ഞിടത്തോളം ഇയാൾക്ക് മാനസിക പ്രശ്നമൊന്നുമുള്ള ആളല്ല എന്നാണ്. പെട്ടെന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ് അയാൾ കൊടുത്തിരിക്കുന്ന മൊഴി. അത് അങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇതൊരു അട്ടിമറിയാണോ എന്ന് നല്ല സംശയമുണ്ട്. അത് പോലീസാണ് അതിൽ നിവൃത്തി വരുത്തേണ്ടത്. പോലീസിന് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പോലീസ് വിചാരിച്ചാൽ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് യാഥാർത്ഥ്യം എന്തെന്ന് കണ്ടുപിടിക്കാം. പക്ഷെ അത് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ സാധിക്കുമോ എന്ന് സംശയിക്കുന്നവരും ഉണ്ട്. അങ്ങനെയും അവരെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ടും ജംഷീറിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? 25,000 അടി മുകളിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരാളുടെ മനോനില, അത് ഒരു വല്ലാത്ത മനോനിലയാണ്. അങ്ങനെ ദുർബലമായ മനോനിലയുള്ള ഒരാൾ, ഒരു സാധാരണ ഭീരുക്കളാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഭീരു 25,000 അടി മുകളിൽ വെച്ച് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ, ഒരു ആത്മഹത്യാ ശ്രമം നടത്താൻ ഒരാൾ തുനിയും എന്ന് അങ്ങനെ നമുക്ക് കരുതാൻ കഴിയില്ല. ഒട്ടേറെ സംശയങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശരിയായ അന്വേഷണം നടക്കണം. അത് കേരള പോലീസിൽ നിന്ന് NIA പോലൊരു ഏജൻസി ഏറ്റെടുക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. NIAയുടെ അന്വേഷണം തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഉണ്ടാകണം. കാരണം ഇതിനൊരു രാജ്യാന്തര ബന്ധമുണ്ട്. കേവലം ഇത് കേരളത്തിൻ്റെ വ്യോമ പരിധിയിൽ വെച്ചാണിത് നടന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമ പരിധിയിൽ വെച്ചാണിത് നടന്നിരിക്കുന്നതെങ്കിലും ഈ ഫ്ലൈറ്റ് യാത്ര ആരംഭിച്ചിരിക്കുന്നത് കോലാലംപൂരിൽ നിന്നാണ്. അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നതാണോ അതോ മറ്റേതെങ്കിലും രാജ്യത്ത്, ഇപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ചൊരു വിമാനമാണ്. അതെ അതെ. അതുകൊണ്ട് ഇത് NIA ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും ഇത് കോലാലംപൂരിലേക്കും ഒക്കെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് അതിന് നിയമ തടസ്സങ്ങളില്ല. വളരെ പെട്ടെന്ന് തന്നെ അവിടെ പോയി അന്വേഷണങ്ങളൊക്കെ നടത്താം. അതെ, അത് ഈ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്തിരുന്നു, പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് പോലീസ് അതൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്, അതൊന്നും പുറത്തു വിടുന്നില്ല. അത് അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത് പുറത്തു വിടാത്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെ അന്വേഷണം NIA പോലൊരു ഏജൻസി ഏറ്റെടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.